തെക്കേ അരയതുരുത്തിയിലെ ലക്ഷം വീട്ടിൽ ജോൺ എന്നും തനിച്ചാണ്. ഉറ്റവരും ഉടയവരും ഇയാളെ ഉപേക്ഷിച്ചു പോയി. 40-ാം വയസ്സിൽ ജോണിന് തളർവാദം പിടിച്ചു കിടപ്പായതോടെ ഭാര്യയും ഉപേക്ഷിച്ചു പോയി. പിന്നെയുള്ള ജോണിന്റെ ജീവിതം മാനസികവും ശാരീരികവുമായ വേദനകൾ മാത്രം നിറഞ്ഞതായി. ഇപ്പോൾ രോഗപീഠകളിൽ നിന്ന് ജോൺ അല്പം മുക്തനായി വരുന്നു. കുറച്ച് സംസാരിക്കാനും അല്പദൂരം നടക്കാനും ഇപ്പോൾ കഴിയുമെന്നായി. അസുഖം വന്നിട്ട് എത്ര വർഷമായി? 10 വർഷമായി. ഭാര്യയൊന്നും വരാറില്ലേ? ഇല്ല, വരാറില്ല. ഈ ആഹാരമൊക്കെ കഴിക്കുന്നത് ഇവരെ ഹോട്ടലിൽ വറ്റം പോവും, ഒരാകുമ്പോൾ ഇവരെ വെക്കും. അല്ലെങ്കിൽ ആരുടെ ഒറ്റക്കും ഓട്ടും പറ്റയില്ലെങ്കിൽ ആരുടെ ഒറ്റക്കും ഒറ്റ വാങ്ങിപ്പോവും. അല്ലെങ്കിൽ വേണ്ടാതെ കിട്ടും. നാട്ടുകാരുടെ കനിവിൽ ഇതുവരെ ജോൺ കഴിഞ്ഞു വന്നു. തുടർച്ചയായി കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ വാങ്ങാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല. ചിലപ്പോൾ പുറത്തിറങ്ങാതെ വിശന്ന് 1-2 ദിവസത്തോളം കിടക്കും. അന്വേഷിച്ചു വരുന്ന അയൽവാസികളാണ് പലപ്പോഴും ആഹാരം നൽകുന്നത്. ആസ്മ രോഗി കൂടിയായ ജോണിന് ഇപ്പോൾ ഭക്ഷണവും മരുന്നും നാട്ടുകാരാണ് വാങ്ങി നൽകുന്നത്. ഇവിടെ ആരും നോക്കാനൊന്നുമില്ല, ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. പിന്നെ വെള്ളം തന്നെ വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഞാൻ ഇവിടെ കേൾക്കുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും, ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കിടക്കുന്നതായിരുന്നു. പിന്നെ വല്ലയിടവും പോയി കൈ നീട്ടിയൊക്കെ വല്ലവരും വല്ലതും മേടിക്കുമായിരിക്കും. അപ്പോൾ പാവമാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ കൊള്ളാം. ആരും ഇല്ലാത്ത വീടല്ലേ, അണ്ണ ഒറ്റയ്ക്കാണ്. ഭാര്യ പോലും തിരിഞ്ഞു നോക്കുന്നില്ല, മക്കളും ഇല്ല, ആരുമില്ല. ആണെൻ്റെ ഭാര്യയുടെ വീട്ടുകാർ പോലും മണ്ണില്ല, ആരും മണ്ണില്ല, ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. പിന്നെ മഴയൊക്കെ പെയ്താൽ ചോർന്നൊരുക്കുകയൊക്കെ ചെയ്യും. വെള്ളമെല്ലാം ഒറ്റയ്ക്കൊക്കെയാണ് എടുക്കണം. ചിലപ്പോൾ വയ്യാതാകുമ്പോൾ നമ്മളാരെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മളാരെങ്കിലും കൊണ്ട് വെച്ചു കൊടുക്കും വെള്ളമൊക്കെ. ജീവിത ദുരന്തങ്ങൾ സമ്മാനിച്ച വേദനയിൽ നിന്ന് ജോൺ ഇനിയും മുക്തനായിട്ടില്ല. സുമനസ്സുകൾ ഇയാളോട് കരുണ കാട്ടണം.